ഇറാനിലെ സുപ്രീം ലീഡർ എവിടെയാണ് ഒളിച്ചിരിക്കുന്നതെന്ന് ഞങ്ങൾക്കറിയാം. ആ ലക്ഷ്യം വളരെ എളുപ്പമാണ്. പക്ഷേ ഇപ്പോൾ ഖമേനിയെ ആക്രമിക്കില്ല എന്നാൽ ഇറാൻ ആണവ പദ്ധതികൾ അവസാനിപ്പിക്കേണ്ടതാണ്. ഞങ്ങളുടെ സഹിഷ്ണുത അവസാനിക്കുകയാണെന്നും ട്രംപ് തന്റെ സന്ദേശത്തിൽ വ്യക്തമാക്കുന്നു. അതിനിടയിൽ ഖമേനിയുടെ ഭീഷണി പുറത്തു വന്നിട്ടുണ്ട്. ഇസ്രായേൽ ഒരു ക്യാൻസറാണെന്നും അത് നീക്കം ചെയ്യണമെന്നും സയനിസ്റ്റുകൾ ആഗോള അഹങ്കാരത്തിന്റെ കാവലാളുകളാണെന്നും 25 വർഷത്തിനകം ഇസ്രായേൽ ഇല്ലാതാകുമെന്നും അമേരിക്കയ്ക്കെതിരായ പ്രവർത്തനം ഇറാന്റെ പ്രഖ്യാപിത നയമാണെന്നും അമേരിക്ക വലിയ സാത്താനാണെന്നും ഖമേനി പ്രതികരിച്ചു. അതേസമയം ഇറാൻ ഭരണകൂടത്തിനെതിരെ US ശക്തമായ നടപടിക്കൊരുങ്ങുന്നതായാണ് റിപ്പോർട്ടുകൾ. ഖമേനിക്കെതിരെ നടപടി സ്വീകരിക്കുക, ഇറാനുമേൽ സാമ്പത്തിക ഉപരോധങ്ങൾ കർശനമാക്കുക, ഇറാനിലെ സൈബർ സംവിധാനം തകർക്കുന്ന ഇന്റലിജൻസ് പ്രവർത്തനങ്ങൾ വർദ്ധിപ്പിക്കുക, IRGCയെ ഭീകര സംഘടനയായി പ്രഖ്യാപിക്കുക, സൈനിക സന്നാഹം ഗൾഫ് മേഖലകളിലേക്ക് കൂടുതൽ നീങ്ങുക, ഇറാനെ വിഭജിക്കുവാൻ മിഡിൽ ഈസ്റ്റിൽ മറ്റ് രാജ്യങ്ങളെ ചേർത്തുകൊണ്ട് സഹകരണ കൂട്ടായ്മ രൂപപ്പെടുത്തുക എന്നിവയാണ് ട്രംപ് വിഭാവനം ചെയ്യുന്നത്. ഒപ്പം ഇറാന്റെ ഭരണകൂടം ഒരു മതാധിഷ്ഠിത തീവ്രവാദ സംവിധാനമാണെന്നും ആ ഭരണകൂടത്തെ താഴെ ഇറക്കാതെ മധ്യപൂർവ്വ ദേശത്ത് സമാധാനമുണ്ടാകില്ലെന്നും US കരുതുന്നു. ഇന്റർനാഷണൽ ഡെസ്ക്, ഷെക്കേന ന്യൂസ്.